അപ്പോൾ ഇതാണ് വെണ്ടക്കായും മാങ്ങയും മുരിങ്ങക്കായും ചേർന്നിട്ടുള്ള പരിപ്പൊഴിച്ച ഒഴിച്ചുകളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് മാങ്ങയും വെണ്ടക്കായും മുരിങ്ങക്കായും ഉപയോഗിച്ചിട്ട് ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ, അതിലേക്ക് ഞാൻ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു 10 ചെറിയ ഉള്ളി ചതച്ചതും അല്പം വേപ്പിലയും ചേർക്കും. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഉപ്പും ചേർക്കും. ഈ സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഉള്ളി ഒന്ന് മൂത്താൽ മതി, നിറമൊന്നും മാറണ്ട കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു. അതിലേക്ക് ഞാൻ 2 മുരിങ്ങക്കായും ഒരു 5-6 വെണ്ടക്കായും അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ചില ആൾക്കാർ വെണ്ടക്കായ നേരത്തെ മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കും. അപ്പോൾ ഈ വെണ്ടക്കായുടെ കൊഴുപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. വെണ്ടക്കായിൽ നിന്നൊരു ചെറിയൊരു കൊഴുപ്പ് ഇറങ്ങും. അതൊന്ന് മാറിക്കിട്ടാനായിട്ട് ആദ്യം ഈ വെണ്ടക്കായിൽ നിന്ന് എണ്ണയിൽ മൂപ്പിച്ച ശേഷം ഇതിനകത്തേക്ക് ഇടും. അതിന് പകരം ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഒന്ന് മൂത്ത് വരും. ആ മൂത്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു 2 ചെറിയ മാങ്ങ, ഞാൻ അതിനൂടെ 2 ചെറിയ മാങ്ങ എടുത്തിട്ട് പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളായോ വലിയ കഷ്ണങ്ങളായോ ഒക്കെ എടുക്കാം. ഇത് ചെറിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ കഷ്ണങ്ങൾ പിന്നീട് ചെറുതാക്കാൻ നോക്കിയിട്ടില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഇത് സാധനങ്ങളൊക്കെ വേവാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ വരുള്ളൂ. ഒരു 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ആ മാങ്ങയൊന്ന് മുക്കാനാണ്. മാങ്ങയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. ഞാൻ കുടിച്ചത് 1 സ്പൂണ് ആയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ആക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഈ പൊടികളൊന്ന് മൂത്ത് വരുന്നതിനായിട്ട് ഒന്ന് ഇളക്കുക. ഈ എല്ലാ കഷ്ണങ്ങളുടെ മുകളിലും ഈ പൊടികളാവണം. അതിനൊപ്പം തന്നെ പൊടികൾ മൂക്കുന്നു. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കുക. പൊടികൾ മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ്, നമ്മൾ ഈ സാമ്പാറിനൊക്കെ ഇടുന്ന സെയിം പരിപ്പിനെ, അത് ഞാനൊരു കപ്പ് പരിപ്പ് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർക്കാം.
ആ പരിപ്പൊന്ന് ഇളക്കി ഇതിൽ യോജിപ്പിക്കുന്നതിനോടൊപ്പം 1 കപ്പ് വെള്ളം, ഈ പച്ചക്കറി ഒന്ന് മൂക്കാൻ ആ വെള്ളം സഹായിക്കും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, ഞാനിവിടെ ചെരിച്ചാണ് കട്ട് ചെയ്തത്. ചെരിച്ച് കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കത് നെടുകി കയറുന്ന രീതിയിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അടച്ചു വയ്ക്കുക. തിളച്ച് വന്നതിന് ശേഷം ബാക്കി. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് തേങ്ങ അരച്ചത്, ഒരു മുറി തേങ്ങയുടെ ഇത്, അതും നല്ല ജീരകവും അല്പം മഞ്ഞളും, ഒരു 1/2 സ്പൂൺ മഞ്ഞൾ, ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഇത്രയുമായിട്ട് അരച്ചിട്ടുള്ളതാണ്. അത് അതിലേക്ക് ചേർത്തു. ഈ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. ഒന്നിളക്കുക. ഉപ്പ് നോക്കാം. ഒരു തരി കൂടി ഉപ്പ് വേണം. ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഇളക്കുക. അധികം നേരം തിളപ്പിക്കേണ്ട. അധികം നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് വേറെയാവും. അപ്പം അതുകൊണ്ട് അധികം നേരം തിളപ്പിക്കുന്നു വേണ്ട. ഈ കറി ഇത് ഞാൻ സാധാരണ പറയാറുള്ള പോലെ തന്നെ ഇതൊരു മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി വേവിച്ച് ചട്ടിയിലിരുന്ന് വേവും. ഓക്കെ. ചെറിയ തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 1 സ്പൂണ് കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഇളക്കുക. വീണ്ടും ഒന്ന് ഉപ്പും എരിവും നോക്കാം. ഒരു തരി കൂടി ഉപ്പാവാം. ഒരു 1/4 സ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് വറുത്തിടും. തിളവെന്ന് തുടങ്ങി കൂടുതലൊന്നും ചെയ്യണ്ട. തീ ഓഫ് ചെയ്യുക, അടച്ചു വയ്ക്കുക. ഇനി ഇതിലേക്ക് വറുത്തിടാനുള്ളതാണ് അടുത്ത്. അപ്പോൾ നമുക്ക് വറുത്തിടാൻ ആരംഭിക്കാം. ഒരു വറുത്തിടാനുള്ള ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂണ് എണ്ണ, അതിലേക്ക് 1 സ്പൂൺ കടുക്,
കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി വരുന്നത്, ഒരു 4 വറ്റൽമുളക്, അല്പം വെയിറ്റ്. ഇത്രയും സാധനങ്ങൾ ഇടാം. ഈ ഉള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് വരണം, അതാണ് ഇതിൻ്റെ പാകം. അതുപോലെ തന്നെ ഈ വറുത്തിടൽ നിർബന്ധമായിട്ടും ചെയ്യും, കാരണം ഈ വറുത്തിടലാണ് ഈ കറിക്ക് സ്വാദ് കൊടുക്കും. അപ്പോൾ വറുത്തിടൽ എന്തായാലും ചെയ്യുക, ഇതേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നിറമാറി തുടങ്ങി, തീ ഓഫ് ചെയ്യുക. ഈ വറവ് നേരെ കറിയിലേക്ക് വയ്ക്കുക. അതുപോലെ തന്നെ ഉടൻ ഒഴിച്ച് വയ്ക്കുക. ഇളക്കരുത്, അടച്ചു വയ്ക്കും. ഇത്രയും.